നിരവധി സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും വില്ലനായും നായകനായും സഹതാരമായും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്ത നടൻ മോഹൻ ശർമ്മ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ഇപ്പോൾ വൃദ്ധസദനത്തിൽ കഴിയുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. നടി ലക്ഷ്മിയുടെ മുൻ ഭർത്താവ് കൂടെയായ മോഹൻ ശർമ്മയ്ക്ക് ചെന്നൈയിലെ ഏറ്റവും പോഷ് ഏരിയ ആയ പോയസ് ഗാർഡനിൽ വരെ വീട് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഗതിയിലായത് എന്നതായിരുന്നു കാഴ്ചക്കാരുടെ ആരാധകരുടെയും ഒക്കെ അതിശയം. എന്നാൽ പോയസ് ഗാർഡിലെ വീട് ലക്ഷ്മിയെ പറ്റിച്ച് മോഹൻ ശർമ്മ സ്വന്തമാക്കിയതാണെന്നും മൂന്നാമത്തെ ഭാര്യയെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാത്തിനും സാക്ഷിയായ നടി കുട്ടി പത്മിനി പറയുന്നു. ആരുടെയും വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയരുത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. മോഹൻ ശർമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സഹതാപവും സിമ്പതിയും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നാണ് കുട്ടി പത്മിനി പറയുന്നത്. ഫിലിം ചേംബർ പ്രസിഡന്റായിരുന്നു മോഹൻ ശർമ്മ. ചേംബർ തന്നെ ഒരു വിധത്തിലും സഹായിച്ചിട്ടില്ല എന്ന് മോഹൻ ശർമ്മ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും കുട്ടി പത്മിനി വ്യക്തമാക്കുന്നു. 9 വർഷം ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ഞാൻ. കഴിഞ്ഞ വർഷം മോഹൻ ശർമ്മയ്ക്ക് 2 ലക്ഷം രൂപ ചേംബർ നൽകിയിട്ടുണ്ട്. അതിന്റെ ബിൽ റെസീറ്റ് അടക്കം എന്റെ പക്കലുണ്ട്. പിന്നെ മോഹൻ ശർമ്മ ഇടയ്ക്കിടെ പറഞ്ഞ് കരയുന്നുണ്ടല്ലോ, പോയസ് ഗാർഡിൽ ഞാൻ ജീവിച്ചിരുന്നു, ആ വീട് പോയി എന്ന്. സത്യത്തിൽ ആ വീട് എങ്ങനെയാണ് പോയത്, ആരാണ് വിറ്റത് എന്നതിരിക്കട്ടെ, ആരാണ് വാങ്ങിയത് എന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മി അക്ക മോഹൻ ശർമ്മയുടെ ഭർത്താവായിരുന്ന കാലത്ത് 5,50,000 രൂപ കയ്യിൽ കൊടുത്തിട്ട് ആ വീട് വാങ്ങാൻ പറഞ്ഞു. കാശ് വാങ്ങിവെച്ച മോഹൻ ശർമ്മ പിന്നീട് വന്ന് ആ വീട് മറ്റൊരാൾക്ക് പോയി എന്ന് കള്ളം പറഞ്ഞു. ഭർത്താവിനെ അന്ന് ലക്ഷ്മി അക്ക കണ്ണുമടച്ച് വിശ്വസിച്ചു. പിന്നീട് വിവാഹമോചനത്തിന് ശേഷം മോഹൻ ശർമ്മ പോയസ് ഗാർഡിലെ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴാണ് പറ്റിക്കപ്പെട്ട കാര്യം ലക്ഷ്മിയക്ക തിരിച്ചറിയുന്നത്. അന്നത്തെ കാലത്ത് 5 ലക്ഷം എന്നത് ഇന്ന് 5 കോടിക്ക് സമമാണ്. കഷ്ടപ്പെട്ട് അഭിനയിച്ച കാശാണ് അന്ന് അയാൾ അപഹരിച്ചത്. ലക്ഷ്മി അക്കയുമായി വേർപിരിഞ്ഞതിന് ശേഷം മോഹൻ ശർമ്മ ഒരു ബ്രാഹ്മൺ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ആ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് ഭരതനാട്യം നർത്തകിയായ ശാന്തിയെ മോഹൻ ശർമ്മ വിവാഹം ചെയ്തത്. അവർക്ക് 2 സഹോദരങ്ങളാണ്. സമ്പന്നമായ കുടുംബത്തിലെ അംഗമാണ് ശാന്തി. എഗ്മോറിൽ അവർക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും മരണപ്പെടുന്നതുവരെ പാവത്താനെ പോലെ അഭിനയിച്ചു നിന്ന മോഹൻ ശർമ്മ ശാന്തിയുടെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം തന്റെ ദുഷ്പ്രവർത്തികളെല്ലാം പുറത്തെടുത്തു. സിനിമ നിർമ്മിക്കണം എന്ന് പറഞ്ഞ് ശാന്തിയെ ഉപദ്രവിച്ച് വാശി പിടിച്ച് ആ വീട് സ്വന്തം പേരിൽ എഴുതി വാങ്ങി വിറ്റു തുലച്ചു. അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നമെന്നാൽ നാട് നീളെ കടം വാങ്ങിയിരിക്കുകയാണ്. മോഹൻ ശർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കടബാധ്യതകളുടെ ഉത്തരവാദിത്തം ശാന്തിക്കാകും. ഈ കള്ളങ്ങളെല്ലാം ലോകം അറിയണമെന്നും കുട്ടി പത്മിനി പറയുന്നു. മോഹൻ ശർമ്മയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുറവിളി കൂട്ടിയവരാണ് സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ. ഇത്രയും വലിയ സ്ഥാനത്തിരുന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ദുഷ്പ്രവർത്തികളാണ്. കാര്യങ്ങളുടെ അദ്ദേഹത്തിന്റെ കർമ്മഫലമാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.